നമസ്കാരം. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും വിവിധ തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചു തയ്യാറാക്കിയ 4 തൊഴിൽ കോഡുകൾ രാജ്യത്ത് പ്രാബല്യത്തിലായി. തൊഴിൽ മേഖലയിൽ സമഗ്രമാറ്റം ലക്ഷ്യമിട്ടുള്ള ചട്ടങ്ങളാണ് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പും അവഗണിച്ച് നടപ്പിലാക്കിയത്. പുതിയ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരം നടപ്പാക്കുന്ന ഏറ്റവും ശക്തവും സമഗ്രവുമായ തൊഴിലധിഷ്ഠിത പരിഷ്കാരം എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെയാണ് പുതിയ കോഡുകൾ പ്രാബല്യത്തിലായത്. വേതനം, വ്യവസായ ബന്ധം, തൊഴിലിട സുരക്ഷ, സാമൂഹിക സുരക്ഷ എന്നിവയെ സംബന്ധിച്ചുള്ളതാണ് കോഡുകൾ. വേതന കോഡ് അസംഘടിത മേഖലയിൽ അടക്കം എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ നിശ്ചയിക്കുന്ന മിനിമം വേതനം നിയമപരമാക്കുന്നു. 5 വർഷത്തിലൊരിക്കൽ വേതനം പരിഷ്കരിക്കും. വേതന നിരക്കിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ പിഴയും ആവർത്തിച്ചാൽ തടവും ശിക്ഷ. വ്യവസായ ബന്ധ കോഡാണ് സംഘടനകൾ കൂടുതൽ എതിർക്കുന്നത്. കോഡ് പ്രകാരം ആകെ ജീവനക്കാരിൽ കുറഞ്ഞത് 10% അല്ലെങ്കിൽ 100 ജീവനക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ. തൊഴിലാളികളില്ലാത്തവർ ഭാരവാഹികളാകുന്നതിന് വിലക്കുണ്ട്. സമരം തുടങ്ങാൻ 14 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ലംഘിക്കുന്നവർക്ക് പിഴയും 1 മാസം തടവ് തുടങ്ങിയ വ്യവസ്ഥകളുണ്ട്. ഇതിനെ സംഘടനകൾ എതിർത്തു. തൊഴിലിട സുരക്ഷാ കോഡിൽ ആരോഗ്യം, തൊഴിൽ സാഹചര്യം, ജോലി സമയം, വനിതകളുടെ പൂർണ്ണ സുരക്ഷ, തൊഴിലുടമ ഉറപ്പാക്കണം തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹിക സുരക്ഷാ കോഡിൽ ഇൻഷുറൻസ്, പ്രൊവിഡന്റ് ഫണ്ട്, രക്ഷിതാക്കൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയാണ് നിബന്ധനകൾ. എംപ്ലോയീസ് കോമ്പൻസേഷൻ നിയമം, ESI നിയമം, EPF നിയമം, മെറ്റേണിറ്റി ബെനഫിറ്റ് നിയമം, ഗ്രാറ്റുവിറ്റി നിയമം തുടങ്ങിയ 9 നിയമങ്ങൾ ഇല്ലാതാകുന്നവയിൽപ്പെടും. റദ്ദാക്കപ്പെടുന്ന നിയമങ്ങൾ വഴി ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതേപടി പുതിയ കോഡ് പ്രകാരവും ലഭിക്കും. പുതിയ നിയമപ്രകാരം തൊഴിലുടമയും ഭൂരിപക്ഷം ജീവനക്കാരും അപേക്ഷിക്കുന്ന പക്ഷം 10 ജീവനക്കാരില്ലാത്ത ചെറിയ സ്ഥാപനങ്ങൾക്കും ESI ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. 20 ജോലിക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും EPF നിയമം ബാധകമാക്കും. പുതിയ കോഡ് പ്രകാരം 14 ദിവസത്തെ നോട്ടീസില്ലാതെ തൊഴിലാളി സംഘടനകൾക്ക് സമരം നടത്താൻ അനുവാദമില്ല. 5 വർഷം മുൻപ് കോഡുകൾ പാർലമെന്റ് പാസാക്കി സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നെങ്കിലും BMS അടക്കമുള്ള സംഘടനകൾ പല വ്യവസ്ഥകളിലും എതിർപ്പുന്നയിച്ചതോടെയാണ് പ്രാബല്യത്തിലാകാൻ വൈകിയത്. തൊഴിലാളി വിരുദ്ധമെന്നാരോപിച്ച് ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപക പണിമുടക്ക് നടത്തിയെന്നാൽ 42 കോടിയിലധികം പേരുള്ള അസംഘടിത മേഖലയ്ക്കുൾപ്പെടെ കോഡുകൾ ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം.